ഗുജറാത്തിൽ ബോട്ട് മറിഞ്ഞുണ്ടായ അപകടം അതിൽ മരണസംഖ്യ 14 ഉയർന്നു എന്നുള്ള വിവരം നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു. 12 കുട്ടികളും 2 അധ്യാപകരുമാണ് മരിച്ചത്. NDRF സംഘവും രക്ഷാപ്രവർത്തനത്തിന് എത്തിയിട്ടുണ്ട്. 23 വിദ്യാർത്ഥികളും 4 അധ്യാപകരും അപകട സമയത്ത് ബോട്ടിലുണ്ടായിരുന്നു എന്നാണ് വിവരം. ആരും ലൈഫ് ജാക്കറ്റ് ധരിച്ചിരുന്നില്ല. അച്യുതൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അച്യുതൻ, രാജ്യത്തെ തന്നെ നടക്കുന്നൊരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള പുതിയ വിവരങ്ങൾ എന്താണ്? ഈ ബോട്ടിൽ എത്ര പേരുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിലൊക്കെ കൂടുതൽ വ്യക്തത വരുന്നുണ്ടോ അച്യുതൻ ഈ ഘട്ടത്തിൽ? റീജിത്ത്, ഇന്ന് ഉച്ചയോടുകൂടിയാണ് വഡോദരയിലെ ഹരണി തടാകത്തിൽ ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ വിനോദസഞ്ചാരത്തിന്റെ ഭാഗമായിട്ടാണ് 23 കുട്ടികളും 4 അധ്യാപകരും ഇവിടെ എത്തുന്നതും ഈ ബോട്ടിൽ കയറുന്നതും. 27 പേരാണ് ആകെ ഈ അപകടത്തിൽ പെട്ടിരിക്കുന്നത്. ഇതിൽ 14 പേർ മരിച്ചതായുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇതിൽ 12 കുട്ടികളും 2 അധ്യാപകരുമാണ് ഈ മരിച്ചവരിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ 11 കുട്ടികളെ രക്ഷപ്പെടുത്തിയതായും രക്ഷാ ദൗത്യ സംഘം അറിയിക്കുന്നുണ്ട്. നിലവിൽ NDRF സംഘത്തെ കൂടി ഈ മേഖലയിൽ എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവരുടെ നേതൃത്വത്തിൽ കൂടിയാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. അതായത് ഈ 27 പേരാണ് ബോട്ടിൽ ഉണ്ടായിരുന്നത്. ഇവരാരും ലൈഫ് ജാക്കറ്റ് ധരിച്ചിരുന്നില്ല എന്നും ഈ ഇവിടെ നിന്നവർ പറയുന്നുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഇവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് അപകടത്തിൽപ്പെട്ടവർക്ക് അടിയന്തര സഹായവും ചികിത്സയും ലഭ്യമാക്കാൻ അധികൃതർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഗുജറാത്തിൽ നിന്നും വരുന്നത്. ശ്രീജിത്ത്, ശരി, ഏറെ സങ്കടകരമായ വാർത്തയാണ്. ഗുജറാത്തിൽ ബോട്ട് മറിഞ്ഞ് 14 പേർ മരിച്ചിരിക്കുന്നു. അതിൽ തന്നെ 12 പേർ കുട്ടികളാണ്, 2 ടീച്ചേഴ്സ്.